ഡോക്ടർ പറഞ്ഞത് ശരിയാണ്. ദ റിസൾട്ട് ഇസ് പോസിറ്റീവ്. ഐ എം പ്രഗ്നന്റ്. പക്ഷേ ഈ കുഞ്ഞ് എൻ്റെ ഭർത്താവ് ഹരിയുടേതല്ല. ഭർത്താവിൻ്റെ തിരക്കുകൾ കാരണം കൂട്ടുകാരൻ സാമിൽ നിന്ന് കിട്ടിയ ജാരഗർഭം. അതാണിപ്പോൾ എൻ്റെ വയറ്റിൽ. ബിസിനസ് കഴിഞ്ഞാൽ മോട്ടോർ കാറുകളുടെ വേഗത്തിലായിരുന്നു ഹരിക്ക് കമ്പം. പ്രായത്തിനും അപ്പുറമുള്ള വല്ലാത്ത ക്രേസ്. 2 ആഴ്ച മുമ്പ് ദുബായിലെ ഒരു ആക്സിഡന്റ് ഹരിയെ കിടക്കയിലെത്തിച്ചു. നട്ടെല്ലിനുണ്ടായ ക്ഷതം, മൈലൈറ്റിസ്. ഡോക്ടർമാർ അദ്ദേഹത്തിന് പറഞ്ഞിരിക്കുന്ന ആയുസ് ഏതാനും മാസങ്ങളാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും മിറക്കൽ സംഭവിക്കണം. എനിക്കിപ്പോൾ ഒന്നേ അറിയേണ്ടുള്ളൂ. ന്യൂറോ സർജന്മാർ വിധി എഴുതിയ ഹരിയുടെ ആയുസ് അത് സത്യമാണെങ്കിൽ എനിക്ക് ഈ കുഞ്ഞിനെ വേണം. ഇനിയുള്ള ജീവിതകാലത്തേക്ക് എനിക്കൊരു കൂട്ടായിട്ട്. മറിച്ച് ഹരി പ്രതീക്ഷിക്കുന്ന ആ മിറക്കൽ സംഭവിക്കുകയാണെങ്കിൽ, ഏതു വിധേനയും ഹരി രോഗത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വരികയാണെങ്കിൽ, പഴയ അനുരാധയായി ഞാൻ ആഗ്രഹിച്ചതുപോലെ ഹരിയോടൊത്ത് എനിക്ക് ജീവിക്കണം. എല്ലാം ഹരിയുടെ അവസ്ഥ പോലിരിക്കും. പക്ഷെ അതെന്തായാലും അത് എത്രയും പെട്ടെന്ന് അറിയണം. എൻ്റെ വയറ്റിലെ ഭ്രൂണം ഒരു കുഞ്ഞാവുന്നതിന് മുമ്പ്. ബിഫോർ ഫിനിഷിംഗ് അബോർഷൻ പീരീഡ്. രോഗിയായ ഭർത്താവ് മരിക്കുകയാണെങ്കിൽ അയാളുടെ കുഞ്ഞെന്ന ഭാവത്തിൽ എല്ലാവരുടെയും മുമ്പിൽ കാമുകന്റെ കുഞ്ഞിനെ വളർത്തുക. മറിച്ച് ഭർത്താവ് രോഗത്തിൽ നിന്ന് തിരിച്ചു വരികയാണെങ്കിൽ തൻ്റെ വയറ്റിലെ കുഞ്ഞിനെ അബോർട്ട് ചെയ്ത് ഒന്നും സംഭവിക്കാത്ത മട്ടിൽ ഭർത്താവുമായി വീണ്ടും ഒരു ജീവിതം ആരംഭിക്കുക. ഭർത്താവിൻ്റെ മരണവും ജാരൻ്റെ ഗർഭവും കാക്കുന്ന അനുരാധ. ഡോക്ടർ സക്രിയയുടെ ഒന്നാമത്തെ പ്രശ്നം ഇവിടെ തുടങ്ങുകയായി. വർഷത്തെ കന്യാസ്ത്രീ ജീവിതത്തിനൊടുവിൽ കഴിഞ്ഞ വർഷം കന്യാസ്ത്രീ വസ്ത്രം ഉപേക്ഷിച്ച സിസ്റ്റർ ജാസ്മിൻ ജെന്നിഫർ അന്നത്തെ ഒരു വാർത്തയായിരുന്നു. എന്നാൽ ഇന്നവർ 7 മാസം ഗർഭിണിയാണെന്ന് അവർ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു. കന്യകയായി തന്നെയുള്ള ഒരു ഗർഭം ധരിക്കൽ. ഇത് വാർത്തയ്ക്കൊപ്പം വിവാദങ്ങളും സൃഷ്ടിച്ചേക്കാം. നമ്മോടൊപ്പം അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങളുമായി സിസ്റ്റർ ജാസ്മിൻ ജെന്നിഫർ ഉണ്ട്. ആദ്യം അവരിലേക്ക് തന്നെ വരാം. എന്താണ് സിസ്റ്റർക്ക് ഈ വയസ്സുകാലത്ത് ഇങ്ങനെ ഒരു മോഹം? ഇതൊരു വിവാദമായി പലരും കൊട്ടിഘോഷിക്കെ സിസ്റ്റർ ഇതിനെ എങ്ങനെ കാണുന്നു? ഞാൻ തിരുവസ്ത്രം ഉപേക്ഷിച്ചത് ഒരു വിവാഹം കഴിക്കാനോ കുടുംബം നടത്താനോ അല്ല. അത് ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നില്ല. ഒരു സ്ത്രീയുടെ പൂർണ്ണത അമ്മയാകുന്നതിലൂടെയാണ് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എനിക്കിപ്പോൾ അങ്ങനെ തോന്നുന്നു. അത് തികച്ചും എൻ്റെ മാത്രം ശരിയും തെറ്റുമാണ്. പൂർണ്ണതയിലേക്കുള്ള സിസ്റ്റർ ജെന്നിഫറിന്റെ ഈ യാത്രയിൽ അവരെ സഹായിച്ചത് ഡോക്ടർ സക്കറിയാണ്. അദ്ദേഹം ഇപ്പോൾ ലൈനിലുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. ഹലോ 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 ഡോക്ടർ സക്രിയ. ഡോക്ടർ, താങ്കൾ എങ്ങനെയാണ് ഈ വെല്ലുവിളി ഏറ്റെടുത്തത്? വെല്ലുവിളിയോ? ഇതൊരു നിയോഗമാണ് കുട്ടി. ആർട്ടിഫിഷ്യലായിട്ടുള്ള ഗർഭം ധരിക്കല് ഇതിനു മുമ്പ് ഇപ്പോഴും ഒരുപാട് നടക്കുന്നുണ്ട്. എൻ്റെ ഹോസ്പിറ്റലിൽ എൻ്റെ ട്രീറ്റ്മെൻറ്റിൽ തന്നെ എത്രയോ പേര്. പക്ഷേ സിസ്റ്ററിൻ്റെ കാര്യത്തെ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടു. തിരുവസ്ത്രം ഉപേക്ഷിച്ച 52 എന്നുള്ള നിലയിൽ എതിർപ്പുകളുണ്ടാകാം, നാട്ടുകാരിൽ നിന്നും വീട്ടുകാരിൽ നിന്നൊക്കെ. പക്ഷെ ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രായമായിരുന്നു പ്രധാന പ്രശ്നം. ആർട്ടിഫിഷ്യലായിട്ടുള്ള പ്രോസസ് ആയതുകൊണ്ട് ഗർഭധാരണത്തിനുപരി ഗർഭ അലസാനായിരുന്നു സാധ്യത കൂടുതൽ. ഒരു വിവാഹം കഴിക്കാനോ കുടുംബം നടത്താനോ അല്ല. അത് ഞാൻ ഇത് സഭയോടും ദൈവത്തോടുള്ള വെല്ലുവിളിയായിട്ട് പൊതുസമൂഹം കാണുകയുള്ളൂ. അതുകൊണ്ട് വിശ്വാസികൾക്ക് ഇതൊരിക്കലും അംഗീകരിക്കാനാകില്ല. കന്യാമറിയം കന്യകയായിരുന്നില്ലേ? അവരും ഗർഭം ധരിച്ചില്ലേ? അന്നത്തെ സമൂഹം ആ ഗർഭത്തെ തള്ളി പറഞ്ഞെങ്കിലും പിന്നീട് ആ കുഞ്ഞല്ലേ ലോകത്തിന്റെ രക്ഷകനായി മാറിയ യേശു. ഡോക്ടറെ അലട്ടുന്ന രണ്ടാമത്തെ സമസ്യ ഇതാണ്. ഏറ്റവും സ്വകാര്യമായി നടക്കേണ്ട, എന്നാൽ പൊതുസമൂഹവും മാധ്യമങ്ങളും ഏറ്റെടുത്ത് വിവാദമാക്കിക്കൊണ്ടിരിക്കുന്ന സിസ്റ്റർ ജാസ്മിൻ ജെന്നിഫറിന്റെ പ്രസവം. ഒരു ഗർഭത്തിലേക്ക് പതിയുന്ന ക്യാമറ കണ്ണുകൾ, പരസ്പര വിരുദ്ധമായ സംവാദങ്ങൾ, അത് സൃഷ്ടിക്കുന്ന കോലാഹലങ്ങൾ. കുരിശിനും കുന്തത്തിനും ഇടയിൽപ്പെട്ട അയാൾക്ക് അവരെ സ്വകാര്യമായി എങ്ങനെ പ്രസവിപ്പിക്കാനാകും?
സൂസൻ മേരി, ഡോക്ടറുടെ ഭാര്യ. 20 വർഷങ്ങൾക്ക് മേലെയുള്ള ദാമ്പത്യ ജീവിതം. കാലപ്പഴക്കം റൊമാൻസിൻ്റെ തീവ്രതയ്ക്ക് മങ്ങലേൽപ്പിക്കില്ലെന്ന് ഈ ദമ്പതികൾ ഈ പ്രായത്തിലും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ലേഡി ചാറ്റർലീസ് ലവർ എന്നുള്ള സിനിമയിൽ ഒരു സീനുണ്ട്. അതിലെ നായകൻ തൻ്റെ പെണ്ണിനെ പുല്ലുകൾക്ക് പുറത്തിട്ട് ഭോഗിക്കുമ്പോൾ അത് നോക്കി നിൽക്കുന്ന പക്ഷികളും മൃഗങ്ങളും. അപ്പോൾ അവരുടെ കണ്ണുകളിൽ കണ്ട അതേ ആകാംക്ഷയും പ്രതീക്ഷയും ആ പ്രാവിൻ്റെ കണ്ണുകളിലും കാണാം. ഞാൻ കൺസൾട്ടിങ്ങിനല്ല വന്നത്. ബട്ട് ആസ് യു ഗെസ് ഐ എം പ്രഗ്നൻറ്റ്. ഇപ്പോൾ 3 മാസം കഴിഞ്ഞു. ഒരു അബോർഷൻ അല്ല എൻ്റെ ആവശ്യം. എൻ്റെ എഡ്യൂക്കേഷനെയും ഫ്യൂച്ചറിനെയും ഒന്നും ബാധിക്കാത്ത രീതിയിൽ എനിക്ക് പ്രസവിക്കണം. കുട്ടികളില്ലാത്ത ഏതെങ്കിലും ഫാമിലിക്ക് ഈ കുഞ്ഞിനെ കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. അത്തരമൊരു കപ്പിളിനെ കണ്ടുപിടിക്കാൻ ഡോക്ടർക്ക് എന്നെ സഹായിക്കാൻ പറ്റുമോ എന്നറിയാനാണ് ഞാൻ വന്നത്. ഞാനെന്തായാലും പാരൻസുമായി വന്ന് ഡോക്ടറെ കാണാം. എനിക്കൊരു ഡിമാൻഡ് മാത്രമേ ഉള്ളൂ. ആരും തന്നെ എൻ്റെ ഈ ഗർഭത്തിന് ഉത്തരവാദി ആരാണെന്ന് എന്നോട് ചോദിക്കരുത്. ഭാര്യ സൂസനുമായുള്ള പ്രണയ നിമിഷങ്ങളെ തടസ്സപ്പെടുത്തിക്കൊണ്ട് കടന്നു വന്ന സൈറ എന്ന പെൺകുട്ടി. ഒരു വലിയ കാര്യം വളരെ നിസ്സാരമായിട്ടാണ് അവൾ പറഞ്ഞിട്ട് പോയത്. ആ 17-കാരിയാണ് ഇവിടെ ഡോക്ടറുടെ 3ാമത്തെ പ്രശ്നം.